ഇന്ന് പറയാൻ പോകുന്നതും ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയാണ്. അല്ലെങ്കിൽ എങ്ങനെ ഒരു സാലറീഡ് ആയിട്ടുള്ള ആൾക്ക് എങ്ങനെ നിങ്ങളുടെ നെറ്റ് വർത്ത് ഗ്രോ ചെയ്യാം, അതായത് എങ്ങനെ നിങ്ങളുടെ സാലറിയുടെ ഒരു ഇൻകം വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സാലറി കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് എപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 50,000 രൂപ സാലറി ഉള്ള ആളാണെങ്കിൽ ആളൊരു 20,000 വെച്ചിട്ട് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു 10 വർഷത്തിന് ശേഷം ആളുടെ നെറ്റ് വർത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു 20,000 രൂപയിൽ 15,000 രൂപ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഈ ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ചെയ്യുക. നിങ്ങൾക്കത് നല്ലൊരു നെറ്റ് വർത്ത് ഗ്രോ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അപ്പോൾ ഈ ഒരു 15,000 വെച്ചിട്ട് നിങ്ങൾ 10 വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു CAGR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉള്ള ആ ഒരു കമ്പനിയുടെ ഈ കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് റേറ്റ് 12% ഉള്ള ഒരു ആവറേജ് ആണ്. സാധാരണ 12% കൂടുതൽ കിട്ടുന്ന ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ 12% പറയുന്നു. അപ്പോൾ ആ ഒരു റേറ്റ്, അത്രയും റേറ്റുള്ള ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു 10 വർഷത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 18 ലക്ഷം രൂപയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഗ്രോത്ത് കോമ്പൗണ്ടായിട്ട് നമ്മുടെ വെൽത്ത് ആവുന്നത് ഏകദേശം 35 ലാക്കാണ്. അപ്പോൾ ഈ ഒരു 35 ലാക്ക് നമുക്ക് 10 വർഷത്തിന് ശേഷം ഉണ്ടാവും. ഒപ്പം തന്നെ ആ ഒരു ബാക്കി 5,000 രൂപ നമ്മൾ വെറും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട്, നമ്മൾ വേറെ ഒന്നിലും കണക്കാക്കുന്നില്ല, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് 6 ലക്ഷം ഉണ്ടാവും ഈ ഒരു 10 വർഷം. അപ്പോൾ ടോട്ടല് നമ്മുടെ വെൽത്ത് 41 ലക്ഷം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഇവിടെ പ്രത്യേകത, ഈ ഒരു എമൗണ്ട് ഉള്ളതുകൊണ്ടൊപ്പം തന്നെ 10 വർഷത്തിന് ശേഷം നമുക്കൊരു പാസീവ് ഇൻകമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ ഡിവിഡൻ്റ് ആയിട്ട്, നിങ്ങൾക്കറിയാം സ്റ്റോക്കിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇയർലി ആ ഒരു പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടും. അതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിവിഡൻഡ് 1.5% ഡിവിഡൻഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 52,500. അതുപോലെ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതും ഈ പറയുന്ന പോലെ 7% നോക്കുകയാണെങ്കിൽ ഒരു 42 സംതിങ് നമുക്ക് 42,000 ഇയർലി കിട്ടും. അപ്പോൾ ഏകദേശം 94,000 ആണ് നമുക്കൊരു പാസീവ് ഇൻകം ആയിട്ട് ഈ 10 വർഷത്തിന് ശേഷം നമുക്ക് ഇടുന്നു. ഒപ്പം തന്നെ 41 ലക്ഷം രൂപ നമ്മുടെ വെൽത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാലറി ഉള്ള ആൾക്ക് പെട്ടെന്ന് അവരുടെ നെറ്റ് വർത്ത് ഗ്രോ ചെയ്യാനായിട്ട് ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് നമ്മുടെ എമൗണ്ട് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഇതുപോലെയുള്ള പ്ലാൻസ് നോക്കിയിട്ട് വേഗം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചാറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ DM ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.